ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. രാവിലെ തൊട്ട് നല്ല പണിയായിരുന്നു. രാവിലെ തൊട്ടില്ല, ഇന്നലെ തൊട്ടുള്ള പണി ഇന്ന് രാവിലെ ഒരു 11:30 എൻ്റെ കഴിയുമ്പോൾ ഇന്നലെ തുടങ്ങിയ പണി കർട്ടൻ മുട്ടിയിട്ടില്ല. അത് കാർട്ടനല്ല, ആ കമ്പിയും കാണുന്നതാണല്ലേ മുറ്റത്തെ കണ്ണിന്റെ കുഴപ്പവും കണ്ണൊക്കെ അടിച്ചു പോയി. അപ്പം ഇന്നലെ തൊട്ട് പണി വേറെ ഒന്നല്ല കേട്ടോ. കുണുക്കിന് 10 ടെസ്റ്റ് ഉണ്ട്, കുണുക്കിക്ക് 11 ടെസ്റ്റ്. 11 ടെസ്റ്റ് കുണുക്കിന് 10 ടെസ്റ്റ് കുണുക്കിട്ടാ. അപ്പം ടെസ്റ്റ് വെച്ചാൽ ഒക്കെ ഓരോ വർക്കും കാര്യങ്ങളും ചെയ്യണം, ബുക്കുകളും കാര്യങ്ങളും കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ടെസ്റ്റ് മാത്രം നോട്ടും ഉണ്ട്, ഒരു 5, 10, 12 നോട്ട് ബുക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊതിയാന്ന് വെച്ചാൽ ബ്രൗൺ പേപ്പർ കൊണ്ട് ആദ്യം പൊതിയണം. അതിൻ്റെ മുകളിൽ കവർ കൊണ്ട് പൊതിയുക എന്ന് വെച്ചാൽ ബ്രൗൺ പേപ്പർ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ അമർത്തി വശം ഇങ്ങനെ കീറി വരും. കുട്ടികളല്ലേ വെള്ളം പാളയും. അപ്പം ഞാൻ എല്ലാം കൊല്ലാതെ കവറിങ് കൊടുക്കും. ബുക്ക് പൊതിയുന്നതിനൊപ്പം കവർ കൊടുക്കും. ബ്രൗൺ പേപ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ആ കവർ കൊണ്ട് ഇങ്ങനെ പൊതിയുള്ളൂ, അത് നല്ല അങ്ങനെ. പക്ഷെ ഇവിടെ ബ്രൗൺ പേപ്പർ നിർബന്ധമാക്കണം. ബ്രൗൺ പേപ്പർ അപ്പോൾ 10, 11 ബുക്കും പൊതിയുന്നത് 22 പ്രാവശ്യം പൊതിയണം. അങ്ങനെ മൊത്തം കൊടുക്കന്നെ തന്നെ 12ഉം 11ഉം. അപ്പൊ എത്രയും 23 ബുക്ക് കൊടുക്കണ മാത്രം. 23 ബുക്ക് 46 പൊതിയുമ്പോ ഒക്കെ 2 ആഴ്ച ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെ പൊതിഞ്ഞ് രാത്രിയാകുമ്പോ ഏകദേശം ഞാൻ പൊതിയിലൊക്കെ കഴിച്ചിപ്പോ കിടന്ന് ഉറങ്ങി. പെറ്റാണ്ടേ ഉറങ്ങി ഇങ്ങനെ വന്നിട്ട് നമുക്കിപ്പോ ഉച്ചക്കുള്ള ഉറക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. വേഗം കിടന്നുറങ്ങി. ഇത് രാവിലെ വെച്ച് പിന്നെ ഒതുക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ മാറ്റി വെച്ച്. അവരുടെ പഴയ ബുക്കുകളുണ്ട്, നോട്ടും ടെസ്റ്റൊക്കെ ഒരുപാട് അവരിയ്ക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വേറെ മാറ്റി അങ്ങനെ തിരിക്കലും മറയ്ക്കലൊക്കെ ആയിരുന്നു ഇന്നത്തെ പണി. അങ്ങനെ പ്രത്യേകിച്ച് ഫുഡും കാര്യമൊന്നും വെച്ചില്ല. പരിപ്പ് തക്കാളിയും കറി വെച്ചു, കുറച്ച് ചിക്കൻ മേടിച്ചിരുന്നു, 4 പീസ് അവർക്ക് വറുത്തു, ചോറ് വെച്ചു. അത് തന്നെ, പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കില്ല. ഗോതമ്പ് പുട്ട് രാവിലെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണുണിക്കും. വെള്ളയപ്പം മാവ് ഉണ്ടായിരുന്നു, 2 വെള്ളയപ്പം നാളികേരപ്പാലൊക്കെ കൂട്ടി അവർക്കും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തട്ടിമുട്ടിയിട്ടാണ് കാര്യങ്ങൾ കഴിഞ്ഞത്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്ന കാരണം കുറേ ആൾക്കാർ എനിക്ക് വാട്സപ്പിലൂടെ ഇൻസ്റ്റയിലൂടെ ഒക്കെ ചോദിക്കുന്നത് സ്കൂളിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു, ചേച്ചി സ്കൂൾ എങ്ങനെയാണ് എന്താണ്. അപ്പോൾ എനിക്ക് ഫുൾ ഡീറ്റെയിൽ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഉണ്ണോളേനെ ഒന്നുകൊണ്ട് വേറൊരു സ്കൂളിൽ ചേർത്തണം എന്നൊരു ഇത് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പം ഈ 1 കഴിഞ്ഞിട്ട് 2ാം ക്ലാസ്സിൽ ചേർത്താന്ന് വെച്ചാൽ പക്ഷേ ഇല്ല പെടില്ല. ഇത് നമ്മുടെ മയക്കിൽ നമ്മുടെ ഇതിന് മാത്രമേ ഇമ്പോർട്ടൻ്റ്. കേട്ടോക്കണോ? പ്രകൃതിയുടെ ഓരോ ശബ്ദം കാരണം നമുക്കൊരു പരിധി ഹൈഡ് ചെയ്യാൻ പറ്റില്ല. മഴയുള്ളപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റും. നമ്മുടെ ഷീറ്റിപ്പിക്കൊക്കെ വെള്ളം വീണ്ട ശബ്ദവും കാര്യത്തിലേക്കും. അപ്പോൾ അത് വീണ്ടും ഉള്ളിലേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് കേൾക്കണം. ആ നേരത്തൊന്നും വീഡിയോ എടുക്കാനോ ഡബ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, എനിക്ക് അവിടെ നന്നായി അതൊന്നും ഇപ്പം എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാൻ പുണ്യോട് ഒരൊറ്റ ദിവസം സ്കൂളിൽ പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ ചേർത്താളെ കാരണം എന്താ വെച്ചാൽ അവർക്കൊരു നല്ല സ്കൂൾ വേണമെന്ന് ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു. അവർക്കൊന്നുകൂടി ഇംഗ്ലീഷ് നന്നായി എഴുതാനും സംസാരിക്കാനും കഴിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് ചിലൊരു 3-4 വർഷം അവർ നല്ല അടിത്തറ സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്കൂൾ ചേർത്ത് അവർ പഠിച്ചു. അപ്പം നമ്മുടെ അവിടെയുള്ള നല്ല നല്ല സ്കൂളുകളിൽ പെട്ടെന്ന് പോയി അഡ്മിഷൻ കിട്ടില്ല. പിന്നെ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് ഭയങ്കര വലിയൊരു എമൗണ്ട് ഡൊണേഷനും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പം നമ്മുടെ ഈ പത്രത അതിനുള്ള സാഹചര്യം ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് പിന്നെ ടെൻഷനായി. ഉണ്ണികളെ ഭാവി പോവാന്ന് പോണത് ആയിരിക്കും ഇങ്ങനെ ഭയങ്കര ടെൻഷനായി. ഇങ്ങനെ കാര്യം അറിയുമ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു നമുക്ക് 2 കൊല്ലം നോക്കാം അവിടെ ഇങ്ങനെയുണ്ട് എന്താന്ന് നോക്കി നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഡൊണേഷനോ കാര്യങ്ങളോ പോകണില്ല. മാസം അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഫീസും പിന്നെ യൂണിഫോമും കാര്യങ്ങളും മാത്രമേ പോകണുള്ളൂ. പ്രത്യേകിച്ച് ഡൊണേഷൻ അത് പോയില്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാനും ഞാൻ കൊണ്ട് ചേർത്തു. അപ്പം അവിടെ നന്നായി നല്ല പഠിപ്പാണ് വെച്ചാൽ എൻ്റെ ഫോൺ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ സ്കൂള് കാണാനും ആയാലും ഇന്റർനാഷണലാണ്, എല്ലാം നല്ലൊരു ഇതാണ്. അവിടുത്തെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം നീറ്റാണ് കാര്യങ്ങളാണ്. ഇനി ഉള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. അവർ പഠിച്ച് സെറ്റ് ആയി വന്നതിന് ശേഷം നമുക്കത് പറയാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി ഒരു സ്കൂളിൽ നിന്ന് പുറത്ത് ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് വരാതെ നമുക്ക് വരും. ഈ പറഞ്ഞ മാതിരി ഇപ്പൊ കൊറേ വേറെ അല്ല സ്കൂളിന്റെ കോമ്പൗണ്ടില് പട്ടിശല്യം അങ്ങനെ ഓരോ കാര്യങ്ങള്. പിന്നെ പട്ടിശല്യത്തിന്റെ കൂട്ടത്തില് ഈ പറഞ്ഞ മാതിരി വേറെ മയക്കുമരുന്നിന്റെ ശല്യങ്ങള് ഇതൊന്നും ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക്
കോമ്പൗണ്ട് ഇല്ല. കോമ്പൗണ്ട് ഇല്ല, അതൊരു 5-6 നിലയാണ്. ആ നിലയുടെ ഉള്ളിലാണ് അവരെല്ലാരും എല്ലാ കാര്യങ്ങളും. അതായത് കളിക്കാനുള്ള അതും ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു ബിൽഡിങ്ങിനുള്ള. അപ്പൊ മക്കള് പുറത്തേക്ക് ഇറങ്ങേണ്ടി പുറത്തേക്ക് വരുന്ന, മഴ ഇറങ്ങേണ്ട കൊള്ളുക, കാര്യമില്ല. വെയിൽ കൊള്ളുക, അതൊക്കെ നമ്മൾ നോക്കണത്. ഇപ്പൊ ഇന്നാണ് ഞാൻ കണ്ടുകൂട്ടാം, ഒരു ചെക്കൻ നടന്നുകൊണ്ട് ഒരു പട്ടി ഓടി വന്നിട്ട് ആ ചെക്ക ഓടി ഏതൊരു ആൾക്കാർക്ക് ചോറിനെങ്കിൽ ഗോഡൌണിന്റെ ഉള്ളിൽ കയറുക. അവിടെ 3 ആളിനെ ആ പട്ടി വന്നിട്ട് കടിച്ചു. 3 ആൾക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ മക്കള് സുരക്ഷിതമായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പല സ്കൂളുകളും അതായത് പന്ത് കളിക്കുമ്പോൾ റോഡിലേക്ക് പന്ത് പോവുക, അതെടുക്കാൻ കുട്ടികൾ പോവുക. ഈ സ്കൂൾ ഇറക്കത്താണ്, പന്ത് വന്നു പെട്ടെന്ന് വണ്ടി വന്നു. ഞാൻ അവിടെ ഒരു നെറ്റ് കെട്ടാവുന്ന കേസുള്ളൂ, നിസ്സാര കാര്യമാണ്. അവിടെ ഒരു വലിച്ചു നെറ്റ് കെട്ടി ഞാൻ ബോൾ പുറത്തേക്ക് പോവില്ല. ഇനി നാളെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെന്നില്ല, ഈ ബോൾ അടിച്ച സ്പീഡിൽ പോയിട്ട് വല്ല ബൈക്കിൽ പോണ ആൾക്കാരെ തലയ്ക്ക് അടിച്ചിട്ട് തലടിച്ച് വീണാലും ആർക്കായാലും ഇതൊക്കെ എന്തെങ്കിലും വരുമ്പോഴാണ് പ്രശ്നങ്ങളാവണം. ഇപ്പൊ ഒരു കുട്ടി പോയില്ലേ, അച്ഛനും അമ്മയ്ക്ക് പോയി, വേറെ ആർക്കും ഇല്ല. ഇന്നിപ്പോ എല്ലാവരും ഉണ്ടാവും കുട്ടറെ പിന്നാലെ, ജനങ്ങളും നാടും വീടുകളും ഒക്കെ ഉണ്ട്. 2 ദിവസം ചിലപ്പോൾ അതുണ്ടാവും. അത് കഴിഞ്ഞാൽ അവരാരും ഇല്ല. ആർക്ക് പോയി? ആ കുട്ടിക്കും ആ ഫാമിലിക്കും പോയി. പിന്നെ കൊറേ യോഗ ഉണ്ട്, ഇല്ല പറയുമ്പോ അശ്രദ്ധയുണ്ട്. അശ്രദ്ധ നല്ല പോലെ ഉണ്ട്. ഒരു സ്കൂൾ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തം ആ സ്കൂളുകാർക്ക് ആവശ്യം തന്നെയാണ്. അവർക്ക് ജസ്റ്റ് അത് എങ്ങനെയും പക്ഷെ തൂങ്ങി ആ കണ്ടു കമ്പിച്ച് ചിന്തിക്കേ, എന്തിനാണ് അശ്വന്മാരോട് തൂങ്ങി അത് നേരെ ഒരു ഷീറ്റുമിക്ക് എടുക്കുക. അപ്പൊ കുട്ടി കയറണമെന്നില്ല, ആ ഷീറ്റുമ്പോ തന്നെ കാലുമൊക്കെ ഇയർത്ത് വരും ഇല്ലേ. അപ്പൊ അത് അവരെ അശ്രദ്ധയല്ലേ. ഇതിപ്പോ കുട്ടി വലിഞ്ഞേറിയെന്നാണ് ഇപ്പൊ പറയണെന്ന് പറഞ്ഞിട്ട് മീഡിയകൾ ഇങ്ങനെ പറയണ്ടേ, എനിക്കറിയില്ല പറഞ്ഞത് ആരാ എന്തെങ്കിലും പറയണ കേൾക്കാണ്ട്. ആ കുട്ടിയുടെ യോഗ അതാണ്, അങ്ങനെ പോയി, എന്തോ ആവട്ടെ. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാലോ, ആ അത്രയും തൂങ്ങി കിടക്കുന്ന വയറ് ഒന്നുകൂടി തൂങ്ങി ആ ഷീറ്റുമ്പോ മുട്ടി, ഇരുമ്പിന്റെ ഷീറ്റുമ്പോ മുട്ടി കഴിഞ്ഞാൽ ഈ ഷീറ്റിന് മൊത്തം ഇല്ലേ, ആ വിളിക്ക് അറിയാണ്ടാണോ എന്താ. അപ്പൊ ഈ കാലുമിക്ക് വരില്ലേ, കൂട്ടിമുട്ടിയാ വരും. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ അതൊക്കെ അശ്രദ്ധ കുറവ് തന്നെയാണ്. ഇതിനൊന്നും ഒരു ന്യായീകരണില്ല. ഇലക്ട്രിസിറ്റി ആയാലും ഇവർക്കൊക്കെ ഇത് കൊടുക്കുമ്പോ കാണാറോ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അല്ല, അവർക്ക് എന്താണ് ആ നേരത്തെ തോന്നുന്നത് എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ നമ്മുടെ മക്കളെല്ലാം എല്ലാവരും മക്കളും അവരുടെ പ്രായത്തിന് അവർക്ക് എന്ത് ചെയ്യാനാണ് തോന്നുന്നത്, അവരെ ആ നേരത്തെ എന്താണ് ചെയ്യാന്നല്ല. അപ്പം ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ അധികൃതരും ഈ കരണ്ടിന്റെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പൊ പല സ്കൂളും ഭയങ്കര അശ്രദ്ധകളാണ്. കാട് പിടിച്ചെടുക്കുന്ന സ്കൂളിന്റെ ചുറ്റും പാമ്പ് കാര്യങ്ങൾ. കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്. അവർക്കല്ല, അവർ കാലുമൊന്നും എന്തെങ്കിലും തോണ്ടിപ്പോയി അവര് കഴിഞ്ഞാലും മുള്ളു കുത്തിയെന്നാ ചിലപ്പോ ആ നേരത്ത് കടച്ചിലോ ചുട്ടുനീട്ടുണ്ടാവില്ല, അറിയില്ല. ഇതൊന്നും പല്ല കൊണ്ടുപോയി അത് പോയി കുട്ടി നോക്കിയാൽ പോയി. കുട്ടി ചിലപ്പോ പഠിക്കുന്ന അല്ലെ എഴുതുന്നിടയിൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല. അത് മൂർച്ഛിച്ചു കഴിഞ്ഞ് അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള മക്കള് പോവാ. ഇതൊക്കെ കണ്ടുവരാം. എന്താ ഇങ്ങനെയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആപത്ത് എങ്ങനെ വേണമെങ്കിൽ വരാം. ഇനിയപ്പോ നല്ല സ്കൂളിൽ പോയി പഠിച്ച ആ സ്കൂൾ വണ്ടി വരുമ്പോ പലയിടത്തും ആപത്തുകൾ തന്നെ അതൊക്കെ വരാം. പക്ഷെ അശ്രദ്ധ മൂലം വരരുത്, അത്രേ പറഞ്ഞോളൂ. നമ്മുടെ കയ്യിൽ നമുക്ക് എന്തായാലും കിട്ടും, ഇല്ലാന്നൊന്നും നമ്മൾ പറയണില്ല. അതിപ്പോ നമ്മൾ വീടിന്റെ ഉള്ളില് ചില്ലുകൂടിന്റെ ഉള്ളിൽ പണം ചെയ്യുന്ന നമുക്ക് വരാനുള്ള നമ്മളെ തേടി, നമ്മുടെ മരണമായാലും ആപത്തായാലും നമ്മൾ തേടി എത്തും. അതില്ലാന്നൊന്നും പറഞ്ഞപ്പിക്ക് പേടിയ പോലെ പാമ്പ് എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല. എന്തൊക്കെ ഞങ്ങളുടെ വീടിന്റെ ചുറ്റും ക്ലീനും കാര്യങ്ങളാണ്, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇന്നലെ വരുമ്പോ ഇവിടെ അല്ലേ ഒരു പാമ്പുകുട്ടിയുണ്ടായിരുന്നു. കാണും. പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ണോള് കാർന്നിറങ്ങി, ഉണ്ണി കാർന്നിറങ്ങിയ പേടിയാ. ഇവരെ ഇറക്കുമ്പോ നമ്മള് ശ്രദ്ധയാ. ഒരു നേരത്തെ അശ്രദ്ധ മതി, അത് അച്ഛനും അമ്മയായാലും ടീച്ചർമാരായാലും. പക്ഷെ അശ്രദ്ധ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും പെട്ടെന്ന് ഒരു മിനിറ്റത്ത് നമ്മുടെ ശ്രദ്ധ മാറിയാൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കാത്തല്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ കുറവാ. ഇത് ശരിക്കും സ്കൂളിന്റെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് അല്ല മൊത്തത്തിലുണ്ട്. ഈ കരണ്ടിന്റെ കമ്പി ഞാന്ന് കിടക്കുന്നത്, കമ്പിയുമ്പോ മുട്ടി അല്ലത് മരത്തുമ്പോ മുട്ടി കിടക്കുന്നത് എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്തേലും സംഭവിക്കുമ്പോ പിന്നെ അതിന്റെ വേറെ ഇതിപ്പോ തൃശ്ശൂർ റോഡ് ഇവിടുന്ന് തൊട്ടിട്ട് തൃശ്ശൂർ റോഡ് വരെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ ഉണ്ണിയപ്പക്കുഴിയാ, ഉണ്ണിയപ്പ റോഡ് എന്നാണ് നിങ്ങളുടെ റോഡിന്റെ പേര് വന്നിക്കണേ. അപ്പൊ അതെന്താ വെച്ചാൽ അത്രയും ചെറിയ കുഴിയല്ല. ഞാൻ പറഞ്ഞു ഒരു സൈഡ് ക്ലീൻ ആക്കിയിട്ട് എല്ലാവരും അടുത്ത സൈഡ് പൊളിച്ചിടും. ഇത് എല്ലാ റോഡുകളും ഒരേ സമയം പൊളിച്ചിടും. ഒരാൾക്കാർക്ക് വല്ല ആപത്ത് പറ്റിയ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തണ റോഡ് പണി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റിന് അയക്കാനൊക്കെ പിന്നെ വലിയൊരു പീസൊക്കെ എടുത്ത് ഒഴിച്ചു കൊണ്ടുപോകണ കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്തെന്നായാലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ 2 മഴ അടുപ്പിച്ച് പെയ്താൽ ഈ ടെസ്റ്റിന് കൊണ്ടുപോയ റോഡൊക്കെ കുഴിയായിട്ട് കാണാൻ കേട്ടോ. എന്താ അതിൻ്റെ കാര്യം എന്നൊന്നും അറിയില്ല. ഈ ടാറിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. അപ്പം എന്തെന്നായാലും തൊണ്ട ശബ്ദം വിട്ടപ്പോ എനിക്ക് പരിധി കുഞ്ഞിനെ കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങും. അപ്പം കയപ്പ് തള്ളുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ അല്ല നമ്മളുടെ ഓരോ ആപത്തുകൾ വന്നു കഴിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വില അറിയുള്ളൂ. അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല. എനിക്ക് അടുത്ത് എത്ര നമ്മൾ വീഡിയോകളിലും കണ്ടാലും പിടിച്ചാലും നമ്മുടെ അടുത്തുള്ള പോലെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും എനിക്കത് പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എനിക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്ത് പ്രതീക്ഷയുണ്ട് ലൈഫിൽ മുന്നോട്ട്? ആ കുട്ടീന് ജീവിതത്തിൽ അമ്മയ്ക്ക് കാണാൻ പറ്റും. അത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഏതോ അന്യനാട്ടിൽ പോയി പണിയെടുക്കും. അതോ അതിൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ നമുക്ക് സങ്കടമായിട്ട് എന്താ ചെയ്യോ, ഒന്നിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിൽ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് കൂടി വന്നോട്ടോ അതിൻ്റെ ഇടയിൽ, ഷെബിനും പൊന്നിൻ്റെ കുത്തിത്തിരിപ്പ് കാരണമാണ് നമ്മളിവിടെ കുഞ്ഞിനെ സ്വീകരിക്കാത്തതെന്ന്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ അടുത്ത് ഒരാളും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് ഒരാളും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അത് ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഈ 2 കുത്തിത്തിരിപ്പുകളാണ്. അല്ലാണ്ട് പുറമെന്നുള്ള ഒരു കുത്തിത്തിരിപ്പ് ആരുടെ അവര് ഞങ്ങളുടെ മക്കളാണ്. അല്ലാണ്ട് അവര് ഞങ്ങളുടെ അച്ഛനും അമ്മയല്ല. അവരെ പേടിച്ചിട്ട് അവര് പറയണത് അനുസരിച്ച് ജീവിക്കുക. അവര് ഞങ്ങളുടെ അച്ഛനും അമ്മയല്ല, അവര് ഞങ്ങളുടെ മക്കളാണ്. അവരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. അത് മക്കൾക്ക് കൊടുക്കണം ഒരു ബഹുമാനം. മക്കൾക്ക് ഞാൻ കൊടുക്കേണ്ട സ്നേഹം, കരുതൽ, എല്ലാം മക്കൾ. മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല. കുത്തിത്തിരിപ്പിന്റെ ആൾക്കാർ ഈ പറഞ്ഞമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണവരാരാന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് നല്ല വ്യക്തത. അതൊക്കെ കുറച്ച് ആളുള്ളൂ. അത് സത്യം. ഈ കുത്തിത്തിരിപ്പ് കേൾക്കണ ചിലപ്പോ എന്റെ മോളോട് പറഞ്ഞു കൊടുക്കാം, അവന്റെ മോൾക്കിടക്ക് അതറിയാം. പക്ഷെ പിന്നെ വെറുപ്പിക്കണ്ടല്ലോ, ആര് വെറുപ്പിക്കണ്ടല്ലോ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോണോ. ആത്മാർത്ഥത കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അവരെന്തൊക്കെയാന്നുള്ളത് എല്ലാവർക്കും അറിയാം, ലൈഫിൽ നമുക്കറിയാം. അപ്പൊ ഞങ്ങൾ ആരും പേടിച്ചിട്ടൊന്നല്ല ഞങ്ങൾ കുഞ്ഞിനോട് മിണ്ടാത്തതോ കുഞ്ഞിനെ കേട്ടതോ. ഞങ്ങൾ അവരെ ഇറക്കി വിടാത്താൻ അവർക്ക് എന്തെങ്കിലും ഞങ്ങളെ കാണാൻ തോന്നുന്നതാണ് വരികയാണ് വരട്ടെ. അതൊന്നും ഞങ്ങൾ വേണ്ട, ഒന്നും ഞങ്ങൾ അവരോട് വേണ്ട, അതും പണ്ട് തടഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. പൊന്നിനും ഷെബിയും പേടിച്ചിട്ടാണ്, പൊന്നിനും ഷെബിച്ചിട്ട് കുത്തിത്തിരിപ്പ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഇത് ഒരുപാട് ആൾക്കാർ കുത്തിത്തിരിപ്പ് കളിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനോ പിരിപ്പിക്കാനോ ഭാര്യ ഭർത്താവ് പിരിഞ്ഞ് കാണാൻ ആഗ്രഹിച്ചവർ ഞങ്ങളെ കല്യാണം കഴിഞ്ഞാൽ അവിടെ നിന്നേ ഉണ്ട് നമ്മുടെ പിന്നാലെ ഓരോ രൂപത്തിലും ഭാവത്തിലും ഞങ്ങൾ. പക്ഷെ അതൊന്നും ഞങ്ങൾ തലവെച്ച് കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ ആ അന്യാൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അറിയില്ലായിരുന്നു. അന്യാനോട് പോയിട്ട് അന്യാൻ്റെ ആരെങ്കിലും ഒക്കെ പോയി പറയും ഇങ്ങനെയാണ് അങ്ങനെ. അപ്പൊ അന്യാട്ട് വിശ്വസിക്കും, എന്നോട് തല്ലുണ്ടാക്കും. അതൊക്കെ ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇല്ല എന്നല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അന്യാണ് കുറ്റം പറഞ്ഞത്. അന്യാണ് എന്നെ ആകെ 45 ദിവസത്തെ അറിവുള്ളൂ. അന്യാണ്ട് ഞാൻ ആരാ എന്താ എന്നൊന്നും അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ അറിയണത്. പിന്നെ അന്നത്തെ കാലത്ത് തന്നെ ഈ ഗൾഫുകാരെ പരിമാരെ നല്ല നിലയ്ക്ക് ഇങ്ങനെ ചെളി വാരി പത്തണ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പൊ സമയത്ത് നാട്ടിലുള്ള ഭാര്യനെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഒക്കെ അന്യാനും ടെൻഷനാണ്. പക്ഷെ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്താ എന്ന് എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. പിണങ്ങിയാലും ആ മനുഷ്യനിലേക്ക് ഒരു കാര്യമില്ല, തല്ലുണ്ടാക്കുകയൊക്കെ ചെയ്യും, പിണങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഒന്നും അറിയാം, ഞാൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭ്രാന്തമായ സ്നേഹം എന്നോട് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതാണ് എന്നെ ഇത്രയും കുറെ ആൾക്കാര് മുതലെടുപ്പാണ്. ഗൾഫുകാരെ കല്യാണം കഴിച്ചിട്ട് അവര് ഈ തെറ്റുകൾക്ക് പോവുക. അതെല്ലാം അങ്ങനെ കുറെ കേസുകളുണ്ട്. പേരിന്റെ കല്യാണം കഴിക്കുക, അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തെറ്റായിട്ടുള്ള വഴികള് നല്ല നിലയ്ക്ക് നടത്താൻ ആൾക്കാര് നമ്മുടെ അറിവിലുണ്ട്, ഇല്ലേ? അതാ പറയുന്നത്. അങ്ങനെയിട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ സമൂഹത്തിന്റെ കാലത്ത് നല്ല സപ്പോർട്ടാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നല്ല നിലയ്ക്ക് ഒരു വീട് നോക്കി, വീട്ടമ്മ ഒരു നല്ലൊരു വീട് നോക്കി, മക്കളെ നോക്കി, എല്ലാവർക്കും ജോലിയും പദവി ഉണ്ടായിരുന്നൊന്നും വരില്ല. ജോലിക്ക് പോണവരുണ്ട് നല്ല നിലയ്ക്ക്. ഭർത്താവ് നോക്കി ജോലിക്ക് പോയി കുടുംബം നോക്കി നല്ല ആ സ്ത്രീക്ക് ഒരു വലിയ നിലയും നാട്ടിലുണ്ടാവില്ല. അതേപോലെ നോക്കിക്കോ, നല്ല വീട്ടമ്മയായിട്ടിരിക്കണ ഒരു നല്ല കുടുംബിനി അല്ലെങ്കിൽ ഒരു ഭർത്താവിന് മക്കളെയും വീട്ടിലുള്ളവർ സ്നേഹിച്ചത് ആ പെണ്ണിന് ഒരു വില ഉണ്ടാവില്ല. പക്ഷെ തിരിച്ച് ഇന്നത്തെ സമൂഹത്തിൽ വിലയും നില എങ്ങനെയാ? ആൾക്കാരുടെ സ്വഭാവം കണ്ടിട്ടൊന്നുമല്ല വിലയും നില നിശ്ചയിക്കുന്നത്. അപ്പൊ അതിന് തരത്തിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുക. ഒരു ഘോഷയാത്രയാണ് ഒരാള്, ആൾക്കാണ് ഇപ്പൊ ഉദ്ഘാടനം അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് നമ്മളെ
നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം. പക്ഷെ നമുക്കത് വെച്ചിട്ട് നമുക്ക് അതുപോലെ തരം താഴ്ന്ന് നടക്കാൻ പറ്റും, അതുപോലെയുള്ളവരെ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു തന്നത്. കുത്തിത്തിരിപ്പിന് അന്നും ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ അന്വേഷണ അടുത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്വേഷണെ പറ്റി എന്നോട് എന്ത് പറഞ്ഞാലും വില പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ 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 എല്ലാവരും മടുത്തു. എന്താ വെച്ചാൽ ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നടപ്പാവില്ല എന്നുള്ളതുകൂടി എല്ലാവരും പത്തി മടക്കിയിട്ട. അതൊക്കെ ഒരു വശമുണ്ട്. എല്ലാവരും പത്തി മടക്കി പറച്ചിലൊക്കെ വന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ടാളുള്ള ലൈഫിൽ ഞങ്ങൾ രണ്ടാൾക്കാരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ ലൈഫിന്. അപ്പം ഞങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനങ്ങളും കാര്യങ്ങളും ഞങ്ങൾ വേറെ ആരോടും ചോദിക്കാറില്ല, എടുക്കാറില്ല. ഞങ്ങൾ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇപ്പം പൊന്നിനോട് ഷെബിയോട് ചോദിക്കും. ഇപ്പം ഞാൻ കുറുക്കനെ സ്കൂൾ മാറ്റുമ്പോൾ ഞങ്ങൾ ഈ കാര്യം ഈ സ്കൂൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ 4 ആൾ വണ്ടിയിലുണ്ട്. കുറുക്കണ്ട് കുണിക്കിൻ്റെ കാർത്തുണ്ട്, പിന്നെ പൊന്നു ഷെബി ഞങ്ങളുടെ കാറായിരുന്നു വന്ന്. അപ്പം ഞാൻ പൊന്നു ഷെബി എന്താണ് തീരുമാനം നിങ്ങൾ പറ. ഇനി പെട്ടെന്ന് അമ്മ അതെടുത്ത് ചേട്ടത്തിൽ ചെയ്തില്ല, അമ്മയ്ക്ക് എന്താ അറിവുണ്ടായിട്ട് അത് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കാറുണ്ട്. അതിപ്പോ കുണുക്കനോടും കുണിക്കോടും ചോദിക്കുന്നു. സ്കൂൾ മാറില്ല, മക്കൾ കുഴപ്പമില്ലല്ലോ, നല്ല സ്കൂൾ പോലെ. അത് ആ മക്കളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അന്നേരം അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് ചെയ്തുകൂടാ, അതല്ല മക്കളെയും കൂടി നമ്മുടെ ലൈഫിൽ അതിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും പൊന്നിനോട്. പക്ഷെ അത് വെച്ചിട്ട് പൊന്നു ക്ഷേമം പറയാണ്ട് പൊന്നിനെ കയറ്റില്ല, അതൊന്നും നമുക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. എൻ്റെ വിഷമം കാണുമ്പോൾ പൊന്നു ആയാലും ഷെബി എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്. അമ്മ ഞാൻ ഓൾറെഡി സ്റ്റോറികൾ അങ്ങനെ ഇടാത്തൊരു വ്യക്തി. ഇപ്പോൾ കുറച്ചാളുടെ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെൻഡ് സ്റ്റോറി ഇട്ടപ്പോൾ ഷെബിയാണ് എന്താ നമ്മുടെ അമ്മ തന്നെയാണോ, അമ്മ അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത അമ്മയുള്ള അമ്മയ്ക്ക് ഇപ്പം എന്താ പറ്റി, അമ്മയ്ക്ക് അതിന് വിഷമം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ വിളിച്ച് സംസാരിക്കാൻ പറയും, അമ്മോട് പറയും. ഷെബി ആയാലും പൊന്നായാലും എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അവരൊരിക്കലും ഇവരെ കേട്ടണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എന്തിനാണ് പറഞ്ഞ അവരെ കുഞ്ഞിന്റെ മുടി വെട്ടിയപ്പോ പൊന്നു വെപ്പ് മുടി വെച്ചടക്കാണ്. പൊന്നു എന്തൊരു വെപ്പുമുടി. പൊന്നു എന്നോട് ഇങ്ങനെ തുള്ളിയിട്ട് നിൽക്കണ്. ഞാൻ മുടി വെട്ടട്ടെ അമ്മ, ഞാൻ ഇവിടെ മുടി വെട്ടില്ല. നീ മുടി വെട്ടെന്നെ കേൾക്കൂട്ടാണ്ട് ഞാൻ ചീത്താണ്ട് അവളെ മുടി വെട്ടാണ്ട് നടക്കുന്നത്. ഞാനും ഷെബിയാണ് അവളെ മുടി വെട്ടേൻ്റെ എതിർപ്പ്. അല്ലാണ്ട് അവൾക്ക് മുടി വെട്ടണാണ്ട് അവള് തുള്ളി. പിന്നെ എന്തിനാ അവള് വെപ്പ് മുടി വെക്കുന്നത്, വെട്ടാന്നാണ് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് എന്തൊരു വെപ്പ് മുടി. എന്താ പറയാ, അതിനൊന്നും നമുക്ക് മറുപടി ഇല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണകളാണ്. അങ്ങനെയൊന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ. നമ്മള് പറഞ്ഞില്ലേ ഓരോന്നിനും ഓരോ യോഗ ഉണ്ട്. അതിപ്പോ ആ തല തിരിഞ്ഞ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഒക്കെ എല്ലാ സമയമാകുമ്പോ എല്ലാം നടക്കും. ആ ഒരു സമയത്തിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും എല്ലാവരും കാത്തിരിക്കുന്നതും ഒക്കെ നല്ലതിന്. അപ്പൊ അതുപോലെ പൊന്നിന് ഇപ്പൊ കുറെ നെഗറ്റീവ് വരുന്നത് കാർത്തൂന് ഡേ കെയറിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ്. അത് കാർത്തൂന് ഇത്ര നാള് അവരുടെ ലൈഫില് അവര് പരമാവധി വളരെ കുറച്ച് വർക്കുകൾക്കാണ് കാർത്തൂനെ കൊണ്ടുപോകേണ്ട അവർ പോയിക്കുന്നത്. പരമാവധി പറ്റണ ഒരു കാര്യങ്ങൾക്കാണെങ്കിൽ അവർ കാർത്തൂന് കൊണ്ടുപോയിട്ടാണ് അവർ വർക്കിന് ഇഷ്ടം പോലെ വർക്കിന് പൊന്നു ഷെബി കാർത്തൂന് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്താൽ നീ എന്തിനാ എന്നെ കൊണ്ടുപോകണം, പറഞ്ഞ അമ്മയ്ക്ക് വയ്യല്ലോ, അമ്മ ഗുളിക അയച്ചിട്ടല്ല കിടക്കണം, അമ്മ നോക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുമുണ്ട്. അപ്പൊ അവർക്ക് കുട്ടി ഒരു ഭാരമായിട്ട് ഞങ്ങൾക്ക് തോന്നിട്ട് അവരെങ്ങോട്ട് പോകുമ്പോഴും കുട്ടിയില്ലാണ്ടാണ് പോണൊരു ആനയുടെ കാര്യമായിട്ടാ പോണേന്റെ പമ്പര തെങ്ങിന്റെ ഓലയുടെ നിങ്ങൾ കണ്ടില്ല. അത് നിങ്ങൾക്ക് ഒരു അടി ഇരിക്കട്ടെ, എനിക്കൊരു അടി എന്ന് വേണ്ടാത്തോർത്തേക്ക് കണ്ടുപോളൂ. ബാക്കിയുള്ളവർക്ക് ഇവിടെ വീടെടുക്കുമ്പോൾ അവിടേക്ക് കണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ നോക്കണ പോയാ അത് കണ്ടു കഴിഞ്ഞാൽ സമാധാനമാണ്. ഞാൻ ഏട്ടാ എന്താ വെച്ചിട്ട് അതിൻ്റെ എണ്ണയുടെ വേടിയില്ല, അത് നോക്കിയിരിക്കും. ഒറ്റ മരുന്നുണ്ട് അതിൻ്റെ കുറേ നേരത്തേക്ക് എന്നെ നോക്കിക്കുന്ന വെച്ചാൽ അതിൻ്റെ ഒരു എണ്ണ എവിടെയെങ്കിലും ഇവിടെ അടുത്ത് ചുറ്റിപ്പറ്റി ഉണ്ടാവും ഉറപ്പല്ലേ. പറന്നപ്പോ 2 പോയി, ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ 2 പോയി. അപ്പൊ നിങ്ങൾ 2 മൈനെന്നെയാ പറന്നു പോയതെന്ന് വെച്ചാൽ അറിയില്ല. 2 കിളി പോയിട്ടുണ്ട്, അതന്നെയാണ് അറിയില്ല. അങ്ങനെ അപ്പൊ ഇത്ര എന്താ പറയാ. അപ്പൊ അതാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ലൈഫിലെ തീരുമാനങ്ങളോ കാര്യങ്ങളോ അതൊന്നും മറ്റുള്ളവർ സമ്മതിക്കണം. അപ്പൊ അതിനെ പറ്റി എന്തായാലും പിന്നെ അവരുടെ സുഖത്തിന് വേണ്ടിട്ട് കുട്ടീനെ അങ്ങനെ കൊണ്ടാക്കാൻ അതാണ് പറഞ്ഞു തന്നത്. അവരങ്ങനെ ഒരു സുഖിക്കാൻ നടക്കണ അവര് ചോറ് കൂട്ടാൻ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുട്ടീനെ നോക്കിയിരിക്കും അല്ലേ. അത് ചോറ് കൂട്ടാനായിട്ട് ഈ സാരിയുടെ ഓർണമെന്റ്സിന്റെ ഇത് തുടങ്ങിയപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഡ്രസ്സാണ്
അപ്പൊ നമ്മൾ അവിടെ ഉണ്ണോളി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും വെള്ളം തട്ടി കളി അല്ലെങ്കിൽ വല്ല കഴിക്കുന്ന ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ണോളല്ല അവർക്ക് അറിയില്ല. പിന്നെ അവരടിച്ചിട്ടോ കുത്തിയിട്ടോ അവർ ചീത്താട്ടോ എന്താ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവർ പോയിട്ട് കുട്ടികളാണ്, അവർക്ക് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ അവരെ സുരക്ഷിതമായി അവര് അവിടെ ഇവിടെ ഒന്നല്ല അവരെ കുട്ടീനെ ഉണ്ടാക്കിയാണ്. അവർ തെരഞ്ഞ് തെരഞ്ഞ് നല്ല സ്ഥലം നോക്കിയിട്ട് തന്നെയാണ് അവരെ കുട്ടീനെ ഉണ്ടാക്കിയത്. സ്ഥലം നല്ലതെന്ന് നമുക്ക് അറിയാം, അവരൊക്കെയാണ് എന്നുള്ള സ്ഥലം. അല്ലാണ്ട് ഇപ്പൊ ഇനി നാളെ എന്ത് ചെയ്താ നിങ്ങളല്ല സ്ഥലം അതിപ്പോ അവരിങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല. കാർത്തുമ്പോ ഒരു ദിവസം പോയിട്ടുള്ളൂ, അപ്പൊ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നല്ല നീറ്റാണ്, നല്ല സ്റ്റാൻഡേർഡ് സ്ഥലമാണ്. കാശ് നല്ല നിലയ്ക്ക് അവർ മാസം ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് അവരവിടെ കൊണ്ടാക്കുന്നത്. പിന്നെ അവര് ഓരോ സ്ഥലത്തേക്ക് കല്യാണം പോലെ ഓരോ ഫംഗ്ഷന് പോവാ, അവരെ കുട്ടീനെ കൊണ്ടുപോകാണ്ട് ട്രിപ്പ് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യണം. അങ്ങനത്തെ ആൾക്കാർ 100 കണക്കിന് കേട്ടോ. ഇതൊന്നും അവർക്ക് കണ്ണില് പോവില്ല. അല്ല, ഈ ചെറിയ മക്കളെ ഇട്ടിട്ട് നമ്മുടെ അറിവിലുണ്ട് കുറേ ആൾക്കാര് പക്ഷെ അതൊരു കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ജോലിയാണ്. അപ്പൊ അത് ഓക്കെ. പക്ഷെ അതല്ല, അങ്ങനെ ചെയ്യണവർക്ക് പോലും കുറ്റമില്ലാണ്ട് ഇവിടെ പാവം ഈ എന്താ വെച്ചാ കാത്തിനും ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ണിനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് കൊറിയർ ഉണ്ട്. നമ്മൾ ഞങ്ങളുടെ തെറ്റി പോലെ. അപ്പൊ പൊന്നു ഷെബിയുടെ ഫോൺ ലാപ്പിലേക്ക് അഡ്രസ്സുകളും കാര്യങ്ങളും അയക്കും. അപ്പോഴേക്കും ഞാൻ തന്നെയാണ് സാരികളൊക്കെ ഇത്രയും സാരികൾ മാറ്റിയിട്ട് തരും. അതൊക്കെ ഞങ്ങൾ മടക്കി ക്ലീൻ ആക്കി വെക്കും, അതൊക്കെ കവറിലാക്കും. അപ്പോഴേക്കും പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് പ്രിന്റ് ചെയ്ത് തന്നാൽ ഓരോ അഡ്രസ്സ് പൊന്നു പറയും, ഞാൻ തന്നെയാണ് കവറിലാക്കി ഒട്ടിക്കും. അത് നമ്മൾ അതിന്റെ നീറ്റ്നെസ് പോലെ ചെയ്യാനിരിക്കണോണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇത് അങ്ങോട്ട് പോട്ടെ ഇത് ഇങ്ങോട്ട് പോട്ടെ മനഃപൂർവ്വം നമ്മൾ എന്തായാലും ചെയ്യില്ല. അറിയാണ്ട് പറ്റുമല്ലേ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത്രയും ശ്രദ്ധയോടെയാണ് നമ്മൾ ഓരോ കാര്യം നമ്മളിപ്പോ ചെയ്യണത്. അത് കഴിഞ്ഞ പൊന്നുവിന് സാരി വെച്ചിട്ട് വീഡിയോ എടുക്കണം. പുതിയ സാരികള് നമ്മള് കൊറിയർ വരുമ്പോ അതൊക്കെ കാത്തുവാണെങ്കിൽ ആരുണ്ടായിട്ടും കാര്യമില്ല. പൊന്നുണ്ടെങ്കിൽ പൊന്നിന്റെ ഒക്കത്ത് നടന്ന, പൊന്നില്ലെങ്കിൽ വീട്ടിലവിടെ സുഖമായിട്ട് കളിച്ചടക്കും, കുഴപ്പമില്ല. പൊന്നുണ്ടെങ്കിൽ പൊന്നിന്റെ ഒക്കത്ത് കാത്തു, ജമ്മുണ്ടെങ്കിൽ കാത്തു പൊന്നിന്റെ ഒക്കത്ത് നടക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തില്ല. പിന്നെ ഞങ്ങൾ പേരിച്ച് മാറിയിരിക്കട്ടെ, കുറച്ചു നേരം മാറിയിരുന്ന് അവരും ഒന്ന് സെറ്റാട്ടെ. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ എന്തെങ്കിലും ഒരു മൈൻഡ് വേണ്ട, പൊന്നുന്നോട് ഉണ്ണികളൊക്കെ മാറ്റിയിരുത്തി അവർ പഠിച്ച്. ഞങ്ങൾക്ക് തന്നെ സത്യം കുണിക്കുന്ന മക്കൾ എന്നുള്ളൊരു പ്രാന്തമുണ്ട്. ഞങ്ങൾക്ക് വന്നത് ഒരുപാട് ഭവിഷ്യത്തുകൾ ഞങ്ങൾക്ക് തന്നെ അറിയാം. അതെ, നമ്മൾ ഈ പറഞ്ഞവര് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നിന്നൊക്കെ അതിൻ്റെതായ കുറെ കാര്യമാണ്. അത് ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങൾക്ക് അറിയെങ്കിലും, പക്ഷെ നമ്മുടെ മൈൻഡ്, നമ്മുടെ മാനസികമായിട്ടുള്ള അതൊരു എന്തോ ഭയങ്കര മക്കൾ എന്നുള്ള ഒരു പ്രാന്ത് കൂടിയിട്ട് വന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് നാളെ പൊന്നുവിനോ ഷെബിക്ക് വരണമെങ്കിൽ ഞാൻ പൊന്നിനോ ഷെബിയോട് പറഞ്ഞു കൊടുക്കാണ്ട്, അമ്മയും അച്ഛനും ഇങ്ങനെയാണ് മക്കളെ, നാളെ നിങ്ങൾ ഇങ്ങനെ ആവരുത്. അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പറ്റി, ഇപ്പൊ അച്ഛനും അമ്മയും പണ്ടിട്ട് നിങ്ങൾക്ക് വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇനി ആ ഒരു തലമുറയിലേക്ക് പോവരുത്. അങ്ങനെയാണ് ഞങ്ങൾ ഷെബിയോടായാലും പൊന്നിനോടായാലും പറഞ്ഞത്. അവർക്ക് ഒട്ടും ഇഷ്ടമല്ല കാത്തുമ്മേനെ. അവർക്ക് മാത്രമല്ല, ഇന്നലെ എന്നോട് വിളിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും വരും കൊടുക്കലും കൊടുക്കണ്ടെങ്കിൽ അമ്മയും അച്ഛനും ആയി നമുക്ക് കാത്തിന്. അപ്പൊ ഞാൻ അന്ന് തന്നെ പൂവ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും അച്ഛനെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ കരച്ചില് ബഹളം കേൾക്കാൻ നമുക്ക് അത്യാവശ്യം തന്നെ നമ്മള് മനസ്സുകൊണ്ട് കരയുണ്ട്. പിന്നെ ഈ വെറുതെ ഇപ്പൊ കാർത്തു കരഞ്ഞിട്ട് ഒന്നുകൂടി കരയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണ്ടേ. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ കുണിക്കുകയും മാത്രം കാത്തു കരഞ്ഞാലായാലും ഞങ്ങൾ കരയും. ഏത് മക്കൾ കരഞ്ഞാലും ഏത് മക്കൾക്ക് എന്ത് പറ്റിയാലായാലും ഞങ്ങളുടെ കണ്ണറിയാണ്ട് നടന്നു. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏത് മക്കൾക്ക് ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ അത് കണ്ടിട്ട് എനിക്കൊരു സമാധാനം, ഒരു സുഖം മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് നമുക്ക് കുറെ നേരം ടെൻഷൻ അടിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ തലവേദന വരും, കുറെ കഴിയുമ്പോൾ നെഞ്ചത്ത് വേദന വരും. ഇതൊന്നും മൊബൈലിൽ കാണരുതാണ് എന്റെ ഓർഡർ. അല്ല, ഇതന്നെ ഇങ്ങനെ കാണണ്ടെന്നല്ലാട്ട പറയണത്. എന്താ വെച്ചെങ്കിൽ ഇത് ആ കുട്ടിയുടെ അമ്മ വരണതും ആ കാര്യങ്ങളും ഇതൊക്കെ അപ്പൊ ഞാൻ നമ്മൾ ആലോചിക്കില്ല, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ആ അമ്മ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ വീഡിയോ അതിങ്ങനെ ഒരു മരവിച്ചൊരു മരപ്പൂള് പോലെ വന്നത്. വന്ന് അതിന്റെ താഴെ കുട്ടീന്റെ സഹോദരനോട് കൂടി അതിങ്ങനെ അത് പിന്നെ കുഴഞ്ഞു. അത്രയും നേരം നടന്നു വന്ന ആ സ്ത്രീ പിന്നെ ആ സ്ത്രീനെ താങ്ങിയിട്ടാണ് വണ്ടിയിലോട്ട് വെച്ചാൽ അത് ആ സ്ത്രീ അവിടെ വരെ എങ്ങനെ എത്തിയെന്ന് ആ സ്ത്രീക്ക് മാത്രം അറിയണ അല്ലേ. ഒരു എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റില് എത്ര നേരം അമ്മ കരഞ്ഞിരിക്കും. ആ മനസ്സിങ്ങനെ പൊട്ടി വെങ്ങിയിരിക്കുന്ന ഒരാള് 5-6 മണിക്കൂർ ഈ പറഞ്ഞ ഒറ്റപ്പെട്ടിട്ടുള്ള വരവും കാര്യങ്ങളും എളുപ്പമല്ല. അത് മക്കളെ ഭർത്താവിന് കാണാൻ സന്തോഷത്തോടെ വരില്ല. അങ്ങനെ ആകുമ്പോ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതൊക്കെ സന്തോഷമായിട്ട് തോന്നുള്ളൂ. പക്ഷെ ഈ വരവ് ഒരിക്കലും അല്ലല്ല. ആ മക്കളെ കാത്തിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും. എനിക്കറിയില്ല അമ്മ എത്ര വർഷമായിട്ട് പോലും ഒന്നും എനിക്കറിയുന്നാലും ആ അമ്മയുടെ വരവും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കൊണ്ടുവിടുമ്പോൾ ആ അമ്മയുടെ സന്തോഷം, അത് കാത്തിരിക്കുന്ന മക്കളുടെ സന്തോഷം ഒന്നും അനുഭവിക്കാൻ ഒരു കുട്ടിക്ക് യോഗം ഉണ്ടായില്ല.
അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകൾ പല സ്ഥലത്തേക്ക് നമ്മുടെ ചിന്ത പോകും. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് എന്തിനു പറ്റിയ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ചിന്തകൾ പോകും. ഒരു മക്കൾക്ക് എന്തിനു പറ്റിയ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ചിന്തകൾ അമ്മ എന്നുള്ള നിലയ്ക്ക് പോകും. അത് എന്താ ഇത് നമ്മളെ പോലുള്ളവരെ കുറച്ചാൾക്കാരെ ചിന്തിക്കുള്ളൂ. മറ്റുള്ള അല്ല കുറെ ആൾക്കാർ ഇതിപ്പോ അതവരുടെ അപ്പോഴത്തെ കാര്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അല്ല കുട്ടികളെ അവിടെ ഇട്ടെറിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇവിടെ ഇട്ടെറിഞ്ഞു പോയി, ഭാര്യേനെ വിട്ടെറിഞ്ഞു പോയി, ഭർത്താവിനെ വിട്ടെറിഞ്ഞു പോയി. ഇതൊക്കെ ഈ പറഞ്ഞവര് നടക്കണ കാര്യങ്ങൾ തന്നെ. അപ്പൊ അത് ഈ പറഞ്ഞമാതിരി അതല്ലേ പറയണത്, രണ്ട് തരം പല രണ്ട് തരത്തിലൊന്നും ഒതുങ്ങില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളും. കാരണം രണ്ട് തരത്തിലൊന്നും ഒതുങ്ങുന്ന ആൾക്കാരൊന്നും പല മുഖങ്ങളും പല തരങ്ങളും ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനത്തെവർക്കാണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രോത്സാഹനവും കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് അങ്ങനെ വരുള്ളൂ. അതെന്തായാലും നീ നാട് നന്നാവാന്ന് വെച്ചാൽ നടക്കൊന്നുമില്ല. നമുക്ക് നന്നായി ഒതുക്കി കൂടി നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ ജീവിച്ചു പോകും. അതായത് നമ്മൾക്കറിയാം കള്ളത്തരം ചെയ്യണ ഒരു കാര്യം അങ്ങനത്തെ ഒരു ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കണപ്പോൾ ഒരു തരത്തിലും ഈ നാട്ടിലോ കൂട്ടിലോ ഒന്നും ജീവിക്കാൻ പറ്റില്ല, സത്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇത് പറഞ്ഞു പറഞ്ഞോട്ടെ എനിക്ക് എന്തോ മാനസികമായിട്ട് ഭയങ്കര ഇപ്പം അത് ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തലയിലുള്ള ഒരു പെരുപ്പ് ഇങ്ങനെ പോലെ വരും. പിന്നെ അത് കഴിഞ്ഞ് ഛർദ്ദിക്കാൻ വരും. അത് കഴിഞ്ഞ് അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയണത് അല്ല കാണണ്ടെന്നല്ല, നമുക്ക് വിഷമില്ലാന്നല്ല. അത് എന്താ വെച്ചാ പൊന്നു പോയപ്പോ പൊന്നില്ലാണ്ടായപ്പോഴുള്ള വേദന എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അത് ഓരോ സമയത്തും നമ്മുടെ മക്കൾക്ക് വയ്യാണ്ടാകുമ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. എന്തിനാ അവരെ തിരിച്ച ലൈഫിലേക്ക് കൊണ്ടുവരുന്ന അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ കുഞ്ഞിന് വയ്യാണ്ടായപ്പോൾ നമ്മൾ എന്താ അത്രയും കഷ്ടപ്പെട്ടാണെന്ന് എന്താണ് ഏട്ടൻ പറഞ്ഞ കുഞ്ഞില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ തിരിച്ചു കൊണ്ടുള്ള കഷ്ടപ്പാടാണ്. അതെന്താ വെച്ചാൽ അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ്. അപ്പം എനിക്ക് കമൻറ്റ് എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞമ്മ അതിപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ കണ്ണടയണ വരയ്ക്ക് മിസ്സിങ് തന്നെയാണ്. അതില്ലാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ പറയാറില്ല. എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്, താന്നോന്നുന്നുണ്ട്, കെട്ടുപിടിയാവുന്നുണ്ട്, മിണ്ടാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളായിരിക്കും ഒന്നും എത്തിക്കണ്ടേ, ചിലപ്പോൾ എത്തിക്കാണ്ടിരിക്കുക. അതൊന്നും നമ്മൾ പറയൂ. അപ്പം ഇനി അടുത്തതിന് അവരൊരു കണ്ടുമുട്ടലിൻ്റെ ഒരു തയ്യാറെടുപ്പ്. ഇന്നാൾ പറഞ്ഞു എന്നാൽ എന്നെ ആരോ കാണുമ്പോൾ നിങ്ങൾ തീരെ വിളിക്കാറില്ല, നിങ്ങൾ തീരെ കോണ്ടാക്ട് ഇല്ല. ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്, ഞങ്ങൾ വിളിക്കുന്ന അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്. അതൊന്നും നമുക്കറിയില്ല. റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഓരോ നാടകം അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെയാണ്. ഒളിച്ചോടി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതൊക്കെ എന്ത് സൗകര്യം ഉണ്ടാക്കിയാലും നിങ്ങൾ ജീവിക്കുന്ന രീതി എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. അറിയണവരുണ്ട് കേട്ടോ, അറിയണവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് എന്നെ വിളിച്ചു, ചേച്ചിന്ന് ഒരാൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഞാൻ ഇങ്ങനെ എനിക്കറിയാം സംഗീതം ഒന്നും പറയണ്ട. സംഗീതയുടെ എല്ലാ വീഡിയോകളും ഞാൻ കാണുന്നതാണ്. ഈ സംഗീതയുടെ ഓരോ കാര്യങ്ങളും അറിയാം. അത് നമ്മളപ്പോ അത്രയും മനസ്സിലാക്കണമുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി ആ ചേച്ചി ഇതാ കുട്ടീനെ മാറ്റിയാത്ര കാര്യത്തിലൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നമ്മൾ ചേച്ചിക്ക് അറിയില്ല, ഞങ്ങളുടെ ഒരുപാട് കാശുണ്ടായിരുന്നു, ഞങ്ങൾ എനിക്കറിയാം സംഗീതം. അപ്പൊ നമ്മളെ മനസ്സിലാക്കണവരുണ്ട്. നമ്മുടെ അവസ്ഥകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അത് കാണപ്പോ അതേ അവരൊക്കെ ഉണ്ട്, അവർ കാണിക്കാനാണ് അവർ. അങ്ങനെയല്ല, അപ്പൊ നമ്മളെ റിയലായിട്ട് മനസ്സിലാക്കണവരുണ്ട്. മനസ്സിലാക്കുക റിയലായിട്ട് നമ്മൾ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അത് മതി, അതാണ് നമുക്ക് ഏറ്റവും വലുത്. മനസ്സിലാക്കിയിട്ടും നോവിക്കുന്നവരുണ്ട്, അതാണ് വേറെ വിഭാഗം. അത്രയാണ്. അത് അവരൊരു സമാധാനം, ഒരു സന്തോഷം. എന്നാലും ഓരോരുത്തർക്കും ഒരു സമാധാനം. അതിന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ ഒരു മനസ്സിന് സന്തോഷം കിട്ടിയില്ലേ തരാം. അതേപോലെ തന്നെ ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചാൽ ഒരു മനസ്സമാധാനം കിട്ടുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. സത്യാണ്. ഇന്ന് അടിച്ചുടച്ചിട്ടാണ്, ഇന്നും വയ്യ, ഇന്ന് അടിച്ചുവിട്ടാൽ മതി, ഇന്ന് ഉടയ്ക്കണം, നാളെ ഉടയ്ക്കാം. ഓക്കെ, ഉണ്ണിയോട് അടിച്ചിട്ടു കുണിക്ക് രാവിലെ തന്നെ അകമ്പരൊക്കെ അടിച്ചുരിട്ടാന്ന് തൊട്ടാ അതോ പറഞ്ഞ് ബാലവേല ചെയ്യിപ്പിക്കുകയാണ്. അടുത്തത് അതോ ബാലവേല ഞങ്ങൾ പോലും കണ്ടിട്ട് രണ്ടാണ് ചൂലോണ്ട് അടിയാകുമ്പോഴാണ് അറിയുന്നത്. ചൂലോണ്ട് ഒരാൾക്ക് നടുപ്പുറത്തടിയിട്ട് അവരെന്നെ തീരുമാനം എടുത്തതാണ്, നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ. കൊറേ ബുക്ക് പൊതിയാണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു അവര് കുരുത്തക്കേട്. അപ്പൊ ഞാൻ മക്കളെ അമ്മ ബുക്കൊക്കെ പൊതിച്ചിട്ട് ഇതിന്റെ അടിയിലൊക്കെ നിറച്ച് ബുക്ക് പൊതിച്ച് കട്ട് ചെയ്തൊക്കെ പറിക്കാൻ ബക്കറ്റ് ഇട്ടൊക്കെ ഒന്ന് അമ്മനെ സഹായിച്ചു നോക്കിയാണപ്പ
പിന്നെ അങ്ങോട്ട് ഞാനതൊന്ന് പറക്കിടാൻ സഹായിക്കാൻ പറഞ്ഞ പിന്നെ അവിടെ സഹായം കൊണ്ട് സഹായം അവസാനം പിന്നെ 2 ചൂലായിട്ട് വരും. അടി കുടുക്ക എന്നെ ഇങ്ങനെ ചൂലോണ്ട് പുറത്തടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുക. അങ്ങനെ അടി കുത്തൊക്കെ ഇന്നലെ നല്ല അതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു ചെവി കുത്തി ഇന്നലെ രാത്രി ആയപ്പോഴേക്കും കുടുങ്ങിന് പനി, തൊണ്ട പഴുത്തുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പോയതാട്ടോ. അപ്പൊ ഇന്നലെ കുണക്കനെ ഞാൻ രാത്രി ആകുമ്പോ ഒരു 9:10 മണി കഴിഞ്ഞില്ലേ, 9 കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്തുകൊണ്ട് തൊണ്ട പഴുത്തുണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടുണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നു, തുമ്പലുണ്ടായിരുന്നു. 5 ഡോക്ടർ 5 അസുഖത്തിന് ഡോക്ടർക്ക് മരുന്നൊക്കെ മേടിച്ച് ആന്റിബയോട്ടിക് ഡോക്ടർക്ക് മരുന്നല്ല ഡോക്ടർ എന്നിട്ട് എന്തിനാ വെച്ചിട്ടാ പുലർച്ചെ 5 മണി ആയപ്പോ ഭയങ്കര ശ്വാസം മുട്ട്, ഭയങ്കര ചുമ, പനി വലിയ ആയിട്ടുണ്ടല്ലേ, ശ്വാസം മുട്ട് ചുമ ഭയങ്കര തൊണ്ടവേദനയുടെ ശ്വാസം മുട്ടുമ്പോ അയ്യോ അത് മാറില്ല അമ്മ മാറില്ല. ഞാൻ ഉണ്ണി കരച്ചിലും നിർത്തി പേടിയാ എന്തെങ്കിലും തൊലി പോയി അയ്യോ അമ്മ അത് ഇനി ശരിയാവില്ലേ അത് മാറില്ല ഇങ്ങനെ ചോദിച്ചു. പോത്ത ശരീരം എന്റെ മോനെ, മനസ്സാണ് മാടപ്രാവിന്റെ എന്തി. പിന്നെ എന്താ പറയാ നെലുവിളിക്ക ശ്വാസം മുട്ടുണ്ട് ഇങ്ങനെ ആണ് നെലുവിളിക്കുക അമ്മ അത് മാറില്ല. അപ്പൊ ഞാൻ ഉണ്ണിയ കരച്ചില് മാറ്റടാ എന്നാലും ഞാൻ ശ്വാസം മുട്ട് മാറണം. അജയ്ക്ക് പിന്നെ അമ്മോട് ഞാന് ബുക്കില് ടെസ്റ്റില് വർക്ക് അതൊക്കെ ഒന്ന് അയച്ചാണ്. നമ്മള് കാരണം മറ്റുള്ള കുട്ടികളുടെ അമ്മമാർക്കും ബുദ്ധിമുട്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു വേറെ ഒന്നും വിചാരിക്കരുത്, വേറെ വിഷമൊന്നും വിചാരിക്കരുത്, വേറെ നിവൃത്തി കഴിഞ്ഞിട്ട് അത് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്തായാലും ഇനി ഞാൻ ഇത് നോക്കട്ടെ കേട്ടോ. ഇത് നോക്കിയിട്ട് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഉണ്ണി എന്തായാലും ഒരു മാസമായിട്ട് പഠിക്കാൻ പോകാത്തതിൻ്റെ ഞാൻ അവരത് വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാം കൂട്ടുള്ള ഒപ്പത്തിന് അവനെ എത്തിക്കണ്ടേ, പഠിപ്പിച്ചെത്തിക്കാനും വർക്കുകൾ ചെയ്ത് തീർക്കണ്ടേ. ഒറ്റയടിക്ക് നമുക്ക് എന്തായാലും അവനെ പഠിപ്പിച്ച് ഈ ഒരു മാസമാണ് കലക്കി വായിലോച്ച് കൊടുക്കാൻ പറ്റുക. എന്തായാലും പഠിപ്പിക്കാൻ കുറച്ച് കഷ്ടം. അപ്പൊ വർക്കുകൾ ചെയ്യാനത് ഹോംവർക്ക് അതൊക്കെ ചെയ്ത് വെക്കണം, അതെന്റെ ഒപ്പം ഇനി പോവണ്ട. അപ്പൊ അത് അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യണം. പറഞ്ഞ മാതിരി കുണിക്ക് വലിയ കുഴപ്പമില്ല. കുണുക്കൻ 1ാം ക്ലാസ്സല്ല, അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും കുണുക്കൻ്റെ പഠിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ നോക്കട്ടെ. ട്യൂഷന് പോയിക്കാം, 2 ട്യൂഷന് പോയിക്കാം. ട്യൂഷന് കഴിഞ്ഞ് വരുമ്പോഴേക്കും സെറ്റാക്കണം. എന്തത് വണ്ടികളെ ഘോഷയാത്ര ഉള്ള വഴിയില് അറിയില്ല. അപ്പൊ എന്താ പോയാലാ, വീണ്ടും കാണാം. ബൈ. ബൈ.